ചെറായി സ്റ്റാർലൈൻ റെസിഡൻസ് അസോസിയേഷൻ എറണാകുളം ആശ്രം മെഡിസിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ചു. സിരി മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാർലൈൻ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്യാമ്പാണിത്. മെഡിക്കൽ ക്യാമ്പ് മിക്കവാറും നേത്ര പരിശോധന, മറ്റ് അനുബന്ധമായ ചികിത്സകൾ നിർണ്ണയിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ സൗജന്യമായി വരുന്ന രോഗികൾക്ക് മരുന്ന് വിതരണവും കൂടി ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ശസ്ത്രക്രിയ വേണ്ട ആളുകൾക്ക് ബന്ധപ്പെട്ട ആശുപത്രിയിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഇതുപോലെ സംഘടിപ്പിക്കപ്പെടുന്ന ക്യാമ്പുകളിൽ വെച്ച് വിദഗ്ധമായ രോഗ ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ആശുപത്രിയുമായി ബന്ധപ്പെട്ട് മേൽ ചികിത്സ അവിടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേസമയത്ത് അതിന് വേണ്ട വിദഗ്ധമായ ഉപദേശങ്ങൾ ഈ ക്യാമ്പിൽ നിന്നും ഇവിടെ ഹാജരായിട്ടുള്ള ഡോക്ടർമാരിൽ നിന്നും രോഗികൾക്ക് ലഭിക്കുന്നു. അതുതന്നെ ഡോക്ടർമാരും നഴ്സുമാരും 15ഓളം പേര് ഇന്ന് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ വിദഗ്ധമായ ഉപദേശങ്ങൾ കൊണ്ട് വേണ്ട രോഗികൾക്ക് വേണ്ട രീതിയിലുള്ള മുന്നോട്ട് പോകാനുള്ള തുടർ ചികിത്സകൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുതന്നെ ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ അതിനോടനുബന്ധപ്പെട്ട എന്തെങ്കിലും മറ്റ് രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഇവിടെ നിന്ന് ഡോക്ടർമാർ നൽകുന്നതായിരിക്കും. അതെ, അതേസമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്ക് ഏതാണ്ട് ഒരു പകുതി ചാർജിൽ അത് നിർവഹിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. അസോസിയേഷൻ്റെ കീഴിൽ നമ്മളുടെ അംഗങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും നേത്ര ചികിത്സ ക്യാമ്പുമായിട്ടാണ് നമ്മൾ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വളരെയധികം പേര് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആശ്രം മെഡിസിറ്റിയും ഐ സ്പെഷ്യലിസ്റ്റ് ഇങ്ങനെ 3 ഹോസ്പിറ്റലിൽ നിന്നായിട്ടാണ് ഇപ്പോൾ നമ്മൾക്കിവിടെ 10-15ഓളം ഡോക്ടർമാരും നഴ്സുമാരും അവരുടെ സേവനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ സൗജന്യമായി എല്ലാവിധ മരുന്നുകളും വിതരണം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നേത്രപരിശോധനയ്ക്ക് തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരികയാണെങ്കിൽ കാർഡുള്ളവർക്ക് പൂർണ്ണമായും സൗജന്യമായും, കാർഡില്ലാത്തവർക്ക് ഓപ്പറേഷൻ വരികയാണെങ്കിൽ ഏകദേശം 12,000 രൂപയോളം ചിലവ് വരുന്ന ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ ഒരു 4,000 രൂപ 4,500 രൂപയ്ക്ക് അവർ ചെയ്തു കൊടുക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള മരുന്നുകളും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ആശ്രം മെഡിസിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് പകുതി പൈസ വരുന്ന രീതിയിൽ ആ ഓപ്പറേഷനും ചെയ്യാവുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെയധികം രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഏത് വീട്ടിൽ ചെന്നാലും ഒരു രോഗിയെങ്കിലും കണ്ണിൻ്റെ ആയാലും മറ്റു രീതിയിലായാലും ഷുഗർ, പ്രഷർ ഇതെല്ലാം ഉള്ള ആളുകളായിരിക്കും ഭൂരിഭാഗം. അതിനെല്ലാം ഒരു ആശ്വാസം പകരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതിൻ്റെ സംഘാടകർ ഇങ്ങനെ ഒരു സംരംഭത്തിന് കഴിയുന്നത്. ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അതിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഈ നന്ദി അറിയിക്കുകയാണ്. അസോസിയേഷൻ്റെ കീഴിൽ സംഘടിപ്പിച്ച ഈ മെഡിക്കൽ നേത്ര പരിശോധന ക്യാമ്പ് അതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇത് സംഘടിപ്പിച്ച പീസ് ഫൗണ്ടേഷൻ, ഐ ഫൗണ്ടേഷൻ, ആശ്രം മെഡിസിറ്റി, ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, മറ്റ് സ്റ്റാഫുകൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മളിതിൽ സൗജന്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ RSPB കാർഡിൽ സൗകര്യങ്ങൾ ചെയ്തു. ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിൽ നിന്ന് നമുക്ക് ഇവിടെ
ഫ്രീ ആയി ചെക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് പ്രായമുള്ള ആൾക്കാർക്ക് പൊതുവെ തിമിരം കാണപ്പെടുന്നത് അവർക്ക് നമുക്ക് സംഘാടകർ പറയുന്നതനുസരിച്ച് സൗജന്യമായിട്ടും സൗജന്യ നിരക്കിലാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് മറ്റ് തകരാറുള്ള ആൾക്കാരെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചിട്ട് അവർക്ക് ക്യാമ്പിൻ്റെതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ ക്യാമ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പഞ്ചായത്തുകളും നമുക്ക് തിമിരരഹിത പഞ്ചായത്താക്കാനുള്ള ഉദ്യോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ളവരുടെ ആരോഗ്യവും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത്. എല്ലാ ജനങ്ങളിലേക്കും നമ്മുടെ സേവനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ ക്യാമ്പുകൾ ഓരോ സ്ഥലത്തും സംഘടിപ്പിക്കുന്നത്. നമ്മളുടെ എല്ലാ പരിമിതികൾ കൊണ്ടും എല്ലാ ആൾക്കാർക്കും അതിൻ്റേതായിട്ടുള്ള പ്രയോജനം കിട്ടുന്നുണ്ടോ അവർക്ക്